അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അടുത്ത KSRTC ട്രിപ്പിന് പോവാണ്. എവിടേക്കാണ് പോണ്? തമിഴ്നാട്ടിൽ കണ്ടിട്ട് മനസ്സിലാക്കും. സോ ഞങ്ങൾക്ക് ഓട്ടോ പോലും കിട്ടിയിട്ടില്ല. വളരെ എന്താ പറയുക, പോയിട്ട് ഞങ്ങൾ പിടിക്കും. ഓട്ടോ ഇല്ല ഇപ്രാവശ്യം. സോ അങ്ങനെ ഞങ്ങൾ ഓട്ടോ നോക്കി നിന്ന് കേട്ടിട്ടുണ്ടാവില്ലേ? അവിടുന്ന് പറയും സൈലന്റ് വാലിയുടെ ട്രിപ്പിൽ നമുക്ക് ഈ KSRTC ബസ് ഇവിടെ മുണ്ടൂരേക്ക് വരും. അപ്പോൾ ഞങ്ങൾക്ക് ഇനി സ്റ്റാൻഡിൽ പോയിട്ട് കയറേണ്ട ആവശ്യമില്ല, ഞങ്ങൾ മുണ്ടൂരിന് കയറാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഓട്ടോ പറഞ്ഞപ്പം ഓട്ടോ കിട്ടിയില്ല. അവസാനം ഞങ്ങൾ റിസ്ക് എടുത്തിട്ട് സ്റ്റാൻഡിൽ വന്ന് ഓട്ടോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഓട്ടോ കണ്ടു, പക്ഷെ അതിന് മുമ്പ് ഞങ്ങൾ ബസ് കണ്ടു. അപ്പോൾ ഞങ്ങൾ 6 മണിൻ്റെ ഞങ്ങൾ ഇതുവരെ പ്രതീക്ഷിച്ച് നേരത്തെ നോക്കിയിട്ട് ഞങ്ങൾ ഓടിപ്പോയിട്ട് ബസ്സിൽ കയറി. ആദ്യം ചോദിച്ചാൽ അവരെ കൈയൊക്കെ കാണിച്ച് നിർത്തിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ 200 രൂപ ലാഭിച്ചു. അപ്പോൾ ആ ബസ് കറക്റ്റ് 6:15 മുണ്ടൂരെത്തി. അപ്പോൾ നമ്മളിവിടെ വെയിറ്റിംഗ് ആണ്. നമ്മളോട് അവർ 6:15 എത്തുന്നതാണ് പറഞ്ഞത്, അറിയില്ല. സോ അവിടെ നിന്ന് 6 മണി എങ്ങനെ പോയാലും 6:05 എടുത്താലും 6:20 കഴിയുമ്പോൾ തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ റെഡിയാണ് കയറാനായിട്ട്, അല്ലേ? ഇത് 2ാമത്തെ ട്രിപ്പല്ലേ എൻ്റെ സൈലന്റ് വാലിക്കുള്ള 2ാമത്തെ KSRTC ട്രിപ്പ്. ഞാൻ ഒരു തവണ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് ജിത്തു ഞങ്ങളുടെ ഈ ട്രിപ്പിന് വന്നില്ല. എന്താണ് കാരണം? ആതിര ചേച്ചി കാരണമാണ്. ജിത്തു ആതിര ചേച്ചിയും തമ്മിൽ ഇപ്പോൾ ഒത്തിരി അടിയൊക്കെ നടക്കുകയാണ്. അല്ല, അതൊന്നുമല്ല, ജിത്തുവിന് കാല് വെക്കാൻ സ്ഥലമില്ല KSRTCയിൽ. ഷീറ്റ്സ് ഇത്തിരി വലുതായെങ്കിൽ അവനെ കൊണ്ടുവരായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വരുമായിരുന്നു. സോ അതിന് ഇന്നത്തെ ബസ് കിട്ടിയിരിക്കുകയാണ്. 6:45 ബസ് എടുത്തു. പറയും. പക്ഷെ അട്ടപ്പാടി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകമായിട്ട് ഒരു പ്ലേസ് ഇല്ല. നമുക്കൊരു ബസ്സിൽ കയറിയിട്ട് അട്ടപ്പാടി ടിക്കറ്റ് എടുക്കാനൊന്നും കഴിയില്ല. അട്ടപ്പാടിയിൽ നിരവധി സ്ഥലങ്ങളുണ്ട്. മുക്കാലി, ആനമുടി, അകളി എന്നിങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങളിൽ ചേർന്ന വലിയൊരു പ്രദേശമാണ് അട്ടപ്പാടി. 3 പഞ്ചായത്തുകൾ അടങ്ങുന്ന വലിയൊരു ഭൂപ്രദേശമാണ്. നമ്മളുടെ ഏകദേശം ആലപ്പുഴ ജില്ലയോളം വലുപ്പം വരുന്ന വലിയ ഭൂപ്രദേശമാണ്. അതിലൊരു സ്ഥലമാണ് മുക്കാലി. മണ്ണാർക്കാട് നിന്നും 20 കിലോമീറ്റർ പിന്നിട്ട് കഴിയുമ്പോൾ മുക്കാലി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരും. അവിടെ നിന്ന് 23 കിലോമീറ്റർ പോകുമ്പോഴാണ് നമ്മൾ സൈലന്റ് വാലിയിൽ എത്തിച്ചേരുക. 23 കിലോമീറ്റർ നിങ്ങൾ പോവുക ജീപ്പിലായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ KSRTCയിലുള്ള യാത്ര വളരെ ചുരുക്കമാണ്. ഒരു 50 കിലോമീറ്റർ മാത്രമേ നമ്മുടെ KSRTCയിൽ ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്നുള്ളൂ. ഇപ്പം തന്നെ 10-25 കിലോമീറ്റർ കഴിഞ്ഞു. ഇനി ഒരു 25 കിലോമീറ്റർ കൂടിയേ നമുക്ക് KSRTCയിൽ യാത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ പോവുക ജീപ്പിലാണ്. നിങ്ങൾ ഒരു 9 മണിയോട് കൂടി ജീപ്പിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മണിയെങ്കിലും ആവും നമ്മളെല്ലാവരും തിരിച്ചെത്താനായിട്ട്. പിന്നെ എന്നുള്ള പ്രത്യേകത പറഞ്ഞാൽ 2 KSRTC ബസ്സുണ്ട് പാലക്കാട് നിന്ന് സൈലന്റ് വാലിയിലേക്ക്. നമ്മൾ സാധാരണ ഒരു ബസ്സാണ് കൊണ്ടുപോവുക. ഇന്ന് 2 ബസ്സുണ്ട്. ഒരു ബസ് 5 മണിക്ക് പോയി. ഇനി എല്ലാവരും കൂടെ ഒപ്പം പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ബസ് 5 മണിക്ക് പോയി. അവരൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ഒറ്റപ്പാലത്ത് നിന്നും ആ ഗ്രൂപ്പ് താലൂക്ക് ഓഫീസിലെ സ്റ്റാഫുകളാണ്. അപ്പോൾ ഒറ്റപ്പാലത്ത് പോയി അവരെ എടുത്തിട്ട് പോകും. അങ്ങനെ ഒറ്റപ്പാലം വഴി ഒരു സൈലന്റ് വാലി കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പാലക്കാട് നിന്നുള്ള യാത്ര 2 KSRTC ബസ്സുകളാണ്. അതിൽ 43 പേരുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു തിരക്കുണ്ടാവും. അപ്പോൾ സാധാരണ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരുന്നത് ഈ ഫോറസ്റ്റിൽ നിന്ന് തന്നെയാണ്. അവർ ഈ ഡിപ്പാർട്ട്മെന്റുകാരനെ ക്യാമ്പൊക്കെ നടത്തുന്ന അവിടെ വെച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ ഗ്യാസിന്റെ പ്രശ്നം, ഇപ്പൊ ഗ്യാസ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം അവർക്ക് വിറകിന്റെ സംവിധാനങ്ങളോ അതിനുള്ള അടുപ്പൊന്നും ഇല്ല. അത് കാരണം അവരിപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരുന്നില്ല. ഹോട്ടലിൽ നിന്നാണ് നമുക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റ് അവരെന്നെ അറേഞ്ച് ചെയ്ത് തരികയാണ്. ഫുഡ് പറഞ്ഞാൽ മനസ്സിലായോ? അവരെന്നെ നമ്മൾക്ക് അറേഞ്ച് ചെയ്ത് തരും. ഇപ്പം നമ്മളിപ്പോൾ ഹോട്ടലുകാരും തമ്മിൽ കണക്ഷൻ ഇല്ല, അവർ അറേഞ്ച് ചെയ്യുക. പിന്നെ അട്ടപ്പാടി എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ, വലിയ ആര്യാസും ശരവണ ഭവനൊന്നും ഇല്ല. അവിടെയുള്ള ഒരു ചെറിയൊരു ഹോട്ടലാണ്. ഇത്രയും പേര് നമ്മളുടെ ബസ്സിലുള്ള ഈ 47 പേർക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാനുള്ള സംവിധാനമില്ല. പകുതി പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനം മാത്രമേ അവിടെയുള്ളൂ. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക. സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നവർ ഇരിക്കുക. അല്ലാത്തവർക്ക് നമുക്ക് ബൊഫേ ടൈപ്പ് പോലെ നമുക്ക് അവിടെ പ്രത്യേകിച്ച് ചെറിയ ഹോട്ടലുകളാണ്. അവിടെ പ്രത്യേകിച്ച് അതുപോലെ ചെയ്യണമെന്നൊന്നുമില്ല. അവരവിടെ ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് പ്ലേറ്റ് എടുത്ത് സ്വയം എടുത്ത് അവിടെ നിന്നിട്ട് കഴിക്കാവുന്നതാണ്. അത് താല്പര്യാർത്ഥം ചെയ്യാം, അങ്ങനെ കഴിക്കാം. വയ്യെങ്കിൽ ആ ട്രിപ്പുകാർ എണീറ്റ് കഴിയുന്നവർ വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ട്രിപ്പിലിരുന്ന് കഴിക്കാം. അവരുടെ കൂടെ ഉള്ളത് കാരണം 2 കൂട്ടർക്കും അവിടെ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക. പിന്നെ ഉച്ചക്കലത്തെ ആണെങ്കിലും ഇത് ഈ ഹോട്ടലിൽ കഴിഞ്ഞൊരു 150 മീറ്ററോളം കഴിയുമ്പോഴാണ് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിൽ എത്തിച്ചേരുക. തിരിച്ച് നിങ്ങൾ ഇവിടെ തന്നെയാണ്
വന്ന് ലഞ്ച് കഴിക്കേണ്ടത്. എവിടെയാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഹോട്ടൽ അവിടെ തന്നെയാണ് നിങ്ങൾ ലഞ്ച് വന്ന് കഴിക്കേണ്ടത്. അപ്പൊ ഇന്നത്തെ യാത്രയെ കുറിച്ച് പറയാം. നമ്മൾ നേരെ മുക്കാലിയിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് നിങ്ങളെ ജീപ്പില് 6 പേര് വെച്ച് അടങ്ങുന്ന ഗ്രൂപ്പായിട്ടാണ് നിങ്ങളെ തിരിക്കുക. 6 പേരായിട്ടാണ് നിങ്ങളെ ഗ്രൂപ്പായിട്ട് തിരിക്കുക. നിങ്ങളിപ്പോ 27 പേരുണ്ടെങ്കിൽ അതിൽ 6 പേരടങ്ങുന്ന ഒരു സംഘമായിട്ട് മാറുക. എന്നിട്ട് നിങ്ങളെ ഗ്രൂപ്പായി തിരിച്ചിട്ട് വേണം നമ്മൾക്ക് ഒരു ജീപ്പിൽ 6 പേര് എന്ന് വെച്ചിട്ട് വേണം പോവാനായിട്ട്. അതിന് സൈലന്റ് വാലി എന്ന പേര് വരാനുള്ള കാരണം അവിടെ ചീവീടുകളുടെ ശബ്ദം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അതിന് സൈലന്റ് വാലി എന്ന പേര് ബ്രിട്ടീഷുകാർ നൽകിയത്. പക്ഷെ ഇപ്പൊ അവിടെ നിങ്ങൾ പോകുമ്പോ പറയും അവിടെ ചീവീടുകളുടെ ശബ്ദം ഉണ്ടായിരുന്നു, ആ വനം ശബ്ദമുഖരിതമാണ്. ഇപ്പോ അതിനുള്ള കാരണം അവിടെ നമ്മളുടെ കാലാവസ്ഥയുടെ വ്യത്യാസം. ഇപ്പൊ മഴക്കാലമാണ്, ഇപ്പൊ മഴയുണ്ടോ? ഇല്ല. ഇപ്പൊ നല്ല മഴ പെയ്ത് വെള്ളമൊക്കെ ആവേണ്ട ഒരു സമയമായി, പക്ഷെ മഴയില്ല. അങ്ങനെയുള്ള കാലാവസ്ഥാ വ്യതിയാനം മൂലം അവിടെ ചീവീടുകളുടെ ശബ്ദമുണ്ട്. പിന്നെ നിങ്ങളെ സൈലന്റ് വാലി എന്ന് പറയുന്നത് ഒരു തിക്ക് ഫോറസ്റ്റ് ആണ്. നമ്മളെ സൈലന്റ് വാലിയിലേക്ക് പോകുമ്പോൾ ആരും മൃഗങ്ങളെ കാണാമെന്ന് പ്രതീക്ഷിച്ച് ഒരിക്കലും പോകരുത്. സൈലന്റ് വാലിയെ സംരക്ഷിക്കുന്ന മൃഗം ഏതാണ്? സിംഹവാലൻ കുരങ്ങനെയാണ് സൈലന്റ് വാലിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സിംഹവാലൻ കുരങ്ങനെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം, മറ്റു മൃഗങ്ങളെ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആരും മൃഗങ്ങളെ പ്രതീക്ഷിച്ച് സൈലന്റ് വാലിയിലേക്ക് പോകരുത്. നമ്മള് മുക്കാലിയിൽ എത്തിച്ചേർന്ന് 23 കിലോമീറ്റർ നിങ്ങൾ ജീപ്പിൽ യാത്ര ചെയ്യുമ്പോഴാണ് സൈലന്റ് വാലിയിൽ എത്തിച്ചേരുക. 23 കിലോമീറ്ററിൽ 21.5 കിലോമീറ്റർ ബഫർ സോൺ ആണ്. സൈലന്റ് വാലിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ബഫർ സോൺ ആണ് 21.5 കിലോമീറ്റർ. നമ്മൾ സൈലന്റ് വാലിയിലേക്ക് പ്രവേശിക്കുന്നത് വെറും 1.5 കിലോമീറ്റർ മാത്രമാണ്. നമ്മൾ സൈലന്റ് വാലി എന്ന് പറയുന്ന സൈലന്റ് വാലിയിലേക്ക് പോകുന്നെങ്കിലും നമ്മുടെ സൈലന്റ് വാലിയിലേക്ക് കടന്നിരിക്കുന്നത് വെറും 1.5 കിലോമീറ്റർ ആണ്. ഈ 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ ജീപ്പ് അവിടെ സ്റ്റോപ്പ് ആവും. അവിടെ നിന്ന് നിങ്ങൾ കയറി കാണേണ്ടത് ഒരു വാച്ച് ടവറിലാണ്. ആ വാച്ച് ടവറിന് 30 മീറ്ററോളം ഹൈറ്റ് ഉണ്ട്. 30 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു വാച്ച് ടവർ ഉണ്ട്. ആ വാച്ച് ടവറിൽ കയറി നിന്ന് താഴേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ സൈലന്റ് വാലിയുടെ മറ്റ് പ്രദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. നല്ല കാറ്റുണ്ടായിരിക്കും. നല്ല പച്ചപ്പോട് കൂടിയ സൈലന്റ് വാലിയുടെ മറ്റു ഭാഗങ്ങളും കുന്തിപ്പുഴയും ഒക്കെ നമ്മൾക്ക് മുകളിൽ നിന്ന് തന്നെ താഴേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ പറ്റാവുന്നവര്, നമ്മളുടെ ഇതിലിപ്പോ അധികം വയസ്സായവരൊന്നും കാണാനില്ല, കാലിലും കൈക്കൊക്കെ സുഖമില്ലാത്തവരാണ് ഈ 30 മീറ്റർ നമുക്ക് ഹൈറ്റിൽ കയറാൻ പറ്റാതാവുക. അപ്പൊ ഇന്ന് അങ്ങനെ കയറാൻ പറ്റാത്തവരായിട്ട് ആരും ഇല്ല എന്ന് വിചാരിക്കണോ. അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവര് പറ്റാവുന്ന ദൂരം, ഒരു 5 മീറ്റർ ആണെങ്കിൽ 5 മീറ്റർ, 10 മീറ്റർ ആണെങ്കിൽ 10 മീറ്റർ, നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അതുവരെ കയറി നിന്നിട്ട് ആ കാഴ്ച കാണാൻ ശ്രമിക്കണം. അതാണ് സൈലന്റ് വാലിയിൽ കാണാനുള്ളത്. അതുവരെ ഈ 23 കിലോമീറ്റർ പോകുമ്പോഴും ജീപ്പ് ഡ്രൈവർമാര് നിങ്ങളെ ഇടയിലെല്ലാം നിർത്തിയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഇപ്പൊ ഞാനെല്ലാം ഒന്നും പറഞ്ഞു തരുന്നില്ല. ഇന്നത്തെ യാത്രയെ കുറിച്ച് വെറുതെ ഒരു ഐഡിയ മാത്രമാണ് പറഞ്ഞു തരുന്നത്. പക്ഷെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഈ ജീപ്പുകാര് പറഞ്ഞു തരും. ജീപ്പിലെ ഓരോ ഡ്രൈവർമാരും ട്രെയിനിങ് കഴിഞ്ഞ ഗൈഡാണ് അവര്. ശരിക്കുള്ള ഗൈഡാണ് ജീപ്പ് ഡ്രൈവ് ചെയ്യുന്നവര്. അപ്പൊ അവര് നിങ്ങൾക്ക് വൃത്തിയായിട്ട്, നിങ്ങൾ തിരിച്ചു വരുമ്പോ പറയും ജീപ്പ് ഡ്രൈവർമാര് സൂപ്പർ ആയിരുന്നു എന്ന് പറയും. അത്ര വൃത്തിയായിട്ടാണ് അവര് ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരിക. അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും അവരോട് ചോദിക്കുക. ഒന്നും ചോദിച്ചില്ലെങ്കിലും അവര് രാവിലെ ജീപ്പ് എടുത്തു കഴിഞ്ഞാൽ തുടങ്ങും പറയാൻ. അവസാനിക്കുന്നത് വരെ അവർ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. നിങ്ങൾ അതെല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സ്നാക്സ്, ഒരു ലേഡയും ഒരു ചായയും തരും. അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുട്ടിപ്പുഴ കാണാൻ പോവാന്ന് അവർ പറയും. അപ്പൊ കുട്ടിപ്പുഴ കാണാൻ പോകാൻ താല്പര്യമുള്ളവർക്ക് പോവാം. ഒരു 1.5 കിലോമീറ്റർ നടക്കണം കുട്ടിപ്പുഴയിലേക്ക്. തിരിച്ച് 1.5 കിലോമീറ്റർ നടക്കണം. 1.5 കിലോമീറ്റർ പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ പോയി തിരിച്ചു വരുമ്പോൾ ഒരു ചെറിയൊരു കയറ്റം പോലെ ആയിരിക്കും. അപ്പൊ ശ്വാസം മുട്ടലോ ആ ഫോറസ്റ്റ് ഓഫീസിൽ തന്നെയാണ് നിങ്ങൾ തിരിച്ചുകൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു എക്കോ ഷോപ്പിന്റെ ശ്രദ്ധിക്കുക. അവിടെ തന്നെ ഒരു എക്കോ ഷോപ്പ് കാണും. ആ എക്കോ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് സാധനങ്ങൾ എന്താണ് ആവശ്യമെങ്കിൽ അതെല്ലാം വാങ്ങിച്ചിട്ട് തിരിച്ച് എവിടെയാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അവിടേക്ക് നടന്നു വരിക. ആരെയും വെയിറ്റ് ചെയ്യേണ്ട. ഒരു ജീപ്പുകാരെ വേറൊരു ജീപ്പുകാര് വെയിറ്റ് ചെയ്യേണ്ട. ആദ്യം ഇറക്കി വിട്ട് കഴിഞ്ഞാൽ വേഗം പോയി എക്കോ ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങുക. അവിടെ തന്നെ ടോയ്ലറ്റ് ഉണ്ട്. ഈ ഫോറസ്റ്റ് ഓഫീസിൽ തന്നെ ടോയ്ലറ്റ് ഉണ്ട്. ആ ടോയ്ലറ്റിൽ പോയി നമ്മൾ നേരെ തിരിച്ചു വരിക. ഈ ഹോട്ടലിലുള്ള ടോയ്ലറ്റ് സംവിധാനം ഒരു ടോയ്ലറ്റേ ഉള്ളൂ. ഒരു ചെറിയൊരു ഹോട്ടലാണ്. അപ്പൊ അതിന്റെ സംവിധാനം നിങ്ങൾക്ക് ഏകദേശം ഊഹിച്ചറിയാലോ. അപ്പൊ നിങ്ങൾ ആ ഫോറസ്റ്റ് ഓഫീസിൽ നല്ല വൃത്തിയുള്ള നല്ല ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ എല്ലാവരും അവിടെ ടോയ്ലറ്റിൽ പോവാം. പിന്നെ ഈ സൈലന്റ് വാലിയിലാണെങ്കിലും മറ്റുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോലെയല്ല,
നമ്മൾ പോകുന്ന വഴിയിലാണെങ്കിലും ആർക്കെങ്കിലും ടോയ്ലറ്റ് പോകണമെന്ന് പറഞ്ഞാൽ നിർത്തിത്തരാനുള്ള അവിടെ സംവിധാനം ഉണ്ട്. അവർ പറയും അവിടെ ടോയ്ലറ്റ് പോയിട്ട് വരുന്ന, അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല സംവിധാനമുണ്ട്. നിങ്ങൾ അതെല്ലാം പോയിട്ട് വരിക. തിരിച്ച് നിങ്ങൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യില്ല, തിരിച്ച് നേരെ വന്ന് ലഞ്ച് കഴിക്കാം. നിങ്ങൾക്കറിയാവുന്ന നമ്മളുടെ കയ്യിൽ 98 പേരോളം ഭക്ഷണം കഴിക്കണം. അപ്പൊ നമ്മുടെ ഈ ബസ് മാത്രമല്ല ആ ബസ് കൂടെ നമ്മളുടെ അണ്ടറിലാണ്. അപ്പൊ ഇത്രയും പേര് ഭക്ഷണം കഴിക്കണം. അപ്പൊ വെയിറ്റ് ചെയ്യണ്ട, വേഗം വന്നു കഴിഞ്ഞാൽ വേഗം വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് കഴിക്കുക. നിങ്ങൾ ബസ് അവിടെ ഉണ്ടാവും, ബസ്സിൽ കയറി ഇരിക്കുക. പിന്നെ നിങ്ങളെ ജീപ്പിൽ പോകുമ്പോൾ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് സ്നാക്സ് കരുതി കാണും. സ്നാക്സ് കഴിച്ചാൽ ഒരു കാരണവശാലും നമ്മളെ കവറുകളോ പ്ലാസ്റ്റിക് ബോട്ടിലുകളോ ഒന്നും നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയരുത്. എല്ലാം നമ്മളുടെ ബാഗിനകത്ത് തന്നെ വെക്കുക. പിന്നെ അവിടെ കാണുന്ന ചെടികളും പൂക്കളും ഒന്നും ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് വരരുത്. അത് മറ്റുള്ളവർക്ക് കൂടെ ഇനി വരും തലമുറയ്ക്ക് കൂടെ അതെല്ലാം കാണാൻ സാധിക്കണം. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും പറിച്ചെടുത്ത് വരരുത്. ഇവിടുന്ന് കൊണ്ടുപോയി എന്തെങ്കിലും വേസ്റ്റുകൾ അവിടെ നിക്ഷേപിക്കാനും പാടില്ല. വളരെ ശ്രദ്ധിച്ച് വേണം സൈലന്റ് വാലിയിലേക്ക് പോകാനായിട്ട്. പിന്നെ മറ്റിപ്പോ നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് പോകണം. നമ്മുടെ KSRTC എല്ലാം നിരവധി വാഹനങ്ങളുണ്ട് നെല്ലിയാമ്പതിയിൽ. പക്ഷെ സൈലന്റ് വാലിയിൽ അങ്ങനെയല്ല. നമ്മൾ ഈ പോണ 3 വേനും ഈ 17 ജീപ്പിലും എത്ര പേരാണോ പോണത് അതാണ് ആ ടൂറിസ്റ്റ് കേന്ദ്രത്തില് ഉള്ള ആൾക്കാര്. അപ്പൊ ആ സ്ഥലം അത്രയും വൃത്തിയായിരിക്കും, അല്ലാതെ ഒരു തിരക്ക് അവിടെ ഉണ്ടാവില്ല. പിന്നെ ആ ജീപ്പെല്ലാം പോയി തിരിച്ചു വന്ന് 2:30-ക്ക് വേറൊരു ട്രിപ്പ് കൂടെ കൊണ്ടുപോകും ആളുണ്ടെങ്കിൽ. അപ്പൊ ഇത്ര പേര് മാത്രമാണ് ഒരു ദിവസം അങ്ങോട്ട് പ്രവേശിക്കുക. അപ്പൊ അത് അത്രയും വൃത്തിയായിട്ട് വെച്ചിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ ഒരിക്കലും അത് വൃത്തികേടാക്കാതെ സൂക്ഷിക്കുക. പിന്നെ നിങ്ങളുടെ ഫോണും അവിടെ എത്തുമ്പോഴും സ്വിച്ച് ഓഫ് ആകും. മുക്കാലി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ജീപ്പിൽ കയറി ഒരു 1 കിലോമീറ്റർ പോയി കഴിയുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാവരുടെയും ഫോണും ഓഫ് ആകും. പിന്നെ നിങ്ങൾക്ക് 2:30-ക്ക് ഫോൺ ആണുള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ ജോലിക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജുകൾ ആരെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ അല്ലെങ്കിൽ മുക്കാലിയിൽ എത്തിയ ശേഷം നിങ്ങൾ വിളിച്ച് സംസാരിക്കുക. അതിനുശേഷം പിന്നെ 2:30-ക്ക് നിങ്ങൾക്ക് ഫോൺ ഓൺ ആവുള്ളൂ. അല്ല നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു അത്ര എമർജൻസി ആണ്, നിങ്ങൾക്ക് ഒരാളെ വിളിച്ചേ മതിയാവൂന്നുണ്ടെങ്കിൽ നിങ്ങൾ വാച്ച് ടവറിൽ കയറുന്ന സമയത്ത് വാച്ച് ടവറിന്റെ താഴെയും അതിന് മുകളിലായിട്ട് ചെറിയൊരു റേറ്റ് ഉണ്ടാവും. അങ്ങനെ കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും അവിടെ വെച്ച് നിങ്ങൾക്കൊന്ന് ശ്രമിച്ച് നോക്കാവുന്നതാണ്. അവിടെ മാത്രം അതിന്നൊരു പൊട്ടിക്ക് ഒരു 2 അടി കൂടി വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. ആ ഒരു സ്ഥലത്ത് ഒരു റേറ്റ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവിടെ കയറി വിളിക്കുക. അല്ലാതെ നമ്മൾക്ക് വീട്ടിൽ എന്ത് തന്നെ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് അവരെ നിങ്ങളെ അറിയിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ നിങ്ങളെ ഒരു കാര്യം അറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നവർ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾക്ക് പരസ്പരം അറിയാൻ പറ്റില്ല. അപ്പൊ ആരെങ്കിലും വിളിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി തന്നെ വിളിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ യാത്രയെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ 6 പേരാവുക. ഞാൻ ബാക്കിയുള്ളവരെ ഒന്ന് അറേഞ്ച് ചെയ്യാം. അതോടുകൂടി നിങ്ങളൊന്ന് പരിചയപ്പെടുക. എണീറ്റ് നിന്ന് പരിചയപ്പെടാൻ പറയുന്നത് നമ്മുടെ കാട്ടിലൂടെ പോകുന്ന യാത്രയാണ്. സോ അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. സ്ഥലത്തിൻ്റെ പേര് മുക്കാലിയാണ് തോന്നുന്നു. ഇവിടെ ഈ യാത്രയിൽ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിനെ കുറിച്ച് എന്നെക്കാട്ട് നന്നായി കണക്ക് പറയും. എന്താണ് പറയാനുള്ളത്? നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞു. ഞാൻ എൻ്റെ പേരും ക്ലാസ്സിന് സ്ഥലമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ